AP വിഭാഗത്തിന്റെ ചില പണ്ഡിതന്മാരുമായി മുജാഹിദ് വിഭാഗത്തിൽ വാദപ്രതിവാദമുണ്ടായപ്പോ, ഏറ്റുമുട്ടലുണ്ടായപ്പോ AP വിഭാഗത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്, സബീനയിലെ എല്ലാ മൗലൂദും ഞങ്ങൾ അംഗീകരിക്കില്ല, നിങ്ങൾ പാരായണം ചെയ്യുന്ന എല്ലാ മൗലൂദും ഞങ്ങൾ അംഗീകരിക്കില്ല, സെൻസർ ചെയ്ത മൗലൂദുകൾ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് 5 മൗലൂദ് സെൻസർ ചെയ്ത് അവതരിപ്പിച്ചു. മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ കുത്തുബുസ്സമാന് നേരെ ഇറങ്ങിത്തിരിച്ചു. ഞങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ തെളിവുകളുടെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ തലതൊട്ടപ്പന്മാരുടെ ആശയ വൈകൃതങ്ങളെ വളരെ വ്യക്തമായി ഞങ്ങൾ നിരത്തുകയുണ്ടായി. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞോ? മുജാഹിദ് ജമാഅത്ത് ആദി വിഭാഗങ്ങൾ വമ്പിച്ച ശക്തിയാണ് തങ്ങൾക്കെന്ന് പറയുന്നവർ, അവർക്ക് അവരുടെ ആശയങ്ങൾ ഒന്നുപോലും സത്യസന്ധമായി വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറയുന്നു, സബീനയിലെ സെൻസർ ചെയ്ത AP വിഭാഗം തെരഞ്ഞെടുത്ത 5 മൗലൂദല്ല, സബീനയിൽ നിലനിൽക്കുന്ന, സബീനയിലുള്ള ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന മുർസൽ മാല മുതൽ സബീനയിലുള്ള സർവമാലയും സർവ മൗലൂദും ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കത് സത്യമാണ് എന്ന് തെളിയിക്കാൻ കഴിയുമെന്ന് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തലങ്ങളിൽ ഞങ്ങൾ പറയുകയുണ്ടായി. അല്ലേ? മുജാഹിദ്